ഇന്നത്തെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഔട്ട്ഡോർ കുക്കിംഗ് ആണ് പ്ലാൻ ചെയ്തേക്കുന്നത്. നമ്മുടെ ഇവിടെ അടുത്തുള്ള മക്ലെ റിവറിന്റെ തീരത്ത് കാംഗറൂ റോസ്റ്റ് ഉണ്ടാക്കാനാണ് ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. ഞങ്ങൾ ഉൾപ്പെട്ട മിഡ് നോർത്ത് റീജിയനിൽപ്പെട്ട 5 പ്രധാനപ്പെട്ട നദികളിൽ ഒന്നാണ് ഈ മക്ലെ റിവർ. നമ്മൾ ഈ പോകാൻ പോകുന്ന സ്പോട്ടിന്റെ 500 മീറ്റർ അടുത്താണ് ഈ നദി കടലിൽ പതിക്കുന്നത്. വളരെ ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. ഞങ്ങൾ ഇവിടെ എപ്പോഴും പോകുന്നതാണ്. അവിടെ നമുക്ക് നാട്ടിലെ പോലെ ഒരുപാട് കണ്ടൽക്കാടും അതുപോലെ കാറ്റാടി മരങ്ങളും നല്ല ഫിഷിങ്ങിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. ഒരുപാട് ആൾക്കാർ ബോട്ടുമായിട്ട് വന്ന് ഫിഷ് ചെയ്യുന്ന സ്ഥലമാണ്. അതുപോലെ അവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് പെലിക്കൺ പക്ഷികൾ. ഇവിടുത്തെ കോസ്റ്റൽ ഏരിയാസിലും ഇൻലാൻഡിലും ഒക്കെ കാണപ്പെടുന്ന നല്ല നീണ്ട ചൂണ്ടുള്ള വെള്ളത്തിൽ ജീവിക്കുന്ന പക്ഷികളാണ് പെലിക്കൺ പക്ഷികൾ. ഇനി നമ്മൾ കാംഗറൂ മീറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങളിവിടെ ആദ്യം വന്ന സമയത്ത് നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇത് വാങ്ങിക്കാൻ കിട്ടുമ്പോൾ ശരിക്കും അതിശയം തോന്നിയിട്ടുണ്ട്. കാരണം കാംഗറൂ ഇവർ ദേശീയമൃഗമാണ്. അപ്പോൾ ഇത് നിയമവിധേയമാണോ ഇങ്ങനെ ഇറച്ചി വിൽക്കുന്നത് എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ അതിനെക്കുറിച്ച് അറിഞ്ഞപ്പോഴാണ് ഇവരുടെ എണ്ണം ഇങ്ങനെ ഒരുപാട് വർദ്ധിക്കുന്നതനുസരിച്ച് ഗവൺമെന്റ് ആളുകൾക്ക് ഇതിനെ കൊല്ലാനായിട്ട് ലൈസൻസ് കൊടുത്തു. കാരണം ഇവിടുത്തെ ഫാമേഴ്സിനൊക്കെ ഇത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാരണം അവർ ഇതിനെ ശരിക്കും ഒരു പെസ്റ്റായിട്ടാണ് കാണുന്നത്. ഇനി കാംഗറൂ ഷൂട്ടിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവർക്കും പോയി ഇതിനെ കൊല്ലാനൊന്നും പറ്റത്തില്ല. ഗൺ ലൈസൻസ് വേണം. ഈ ഗൺ ലൈസൻസ് തന്നെ 2 തരത്തിലുണ്ട്. ഒന്ന് കൊമേഴ്ഷ്യലും ഉണ്ട്, നോൺ കൊമേഴ്ഷ്യലും ഉണ്ട്. അതുപോലെ ഇതിനകത്ത് ഒരുപാട് ലീഗൽ ഫ്രെയിംവർക്കും റെഗുലേഷൻസും ഒക്കെ നമ്മൾ പാലിക്കണം. അതായത് റോഡിന്റെ സൈഡിലോ നാഷണൽ പാർക്കിലോ ഒക്കെ കാണുന്ന കാംഗറൂസിനും നമുക്ക് വെടിവെച്ചിടാൻ പറ്റത്തില്ല. ഈ ഹണ്ടിങ് പെർമിറ്റ് ഉള്ളവർ ഈ കാംഗറൂസിന്റെ സ്പീഷീസ്, നമ്പർ, ഏത് ലൊക്കേഷൻ, അതിന്റെ പ്രോപ്പർട്ടി സൈസ്, അങ്ങനെ ഒരുപാട് മാനദണ്ഡങ്ങൾ നോക്കുകയാണ് അതിനെ വെടിവെക്കാനായിട്ട്. ഇതിന്റെ പ്രോപ്പർട്ടി സൈസിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു 1 മുതൽ 40 വരെ ഹെക്ടർ ഉള്ള സ്ഥലത്താണെങ്കിൽ നമുക്ക് 50 എണ്ണത്തെ കൊല്ലാം. 41 മുതൽ 100 വരെ ഹെക്ടർ ഉള്ള സ്ഥലത്താണെങ്കിൽ 100 എണ്ണത്തെ കൊല്ലാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് നോക്കണം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വെടിവെക്കുമ്പോൾ തന്നെ തലയിൽ ഒറ്റ വെടിവെച്ച് വേണം കൊല്ലാനായിട്ട്. പിന്നെ ഒരു കാര്യം പറയേണ്ടതെന്ന് വെച്ചാൽ ഇവിടുത്തെ മൃഗസ്നേഹികളൊക്കെ ഇതിനെപ്പറ്റി ശരിക്കും വ്യാകുലരാണ്. കാരണം 2014 മാത്രം 1.34 മില്യൺ കാംഗറൂസിനെ കൊമേഴ്ഷ്യൽ ഇൻഡസ്ട്രിക്ക് വേണ്ടി കൊന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. കാംഗറൂ ഒരു സസ്തനിയാണ്, അതുപോലെ തന്നെ ഒരു വൈൽഡ് ലൈഫ് ആനിമൽ കൂടിയാണ്. അപ്പോൾ ഈ അമ്മയെ കൊന്നു കഴിയുമ്പോൾ കുഞ്ഞിന്റെ അവസ്ഥയൊക്കെ ഓർത്തിട്ട് ഇവർ ശരിക്കും ആകുലപ്പെടുന്നുണ്ട്. ഇനി നമ്മൾ കാംഗറൂ മീറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു റിച്ച് സോഴ്സ് ഓഫ് പ്രോട്ടീൻ ആണിത്. അതുപോലെ ഇതിനകത്ത് നന്നായിട്ട് അയണും സിങ്കും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് ലീൻ മീറ്റ് ആണ്. ഇതിനകത്ത് നമുക്ക് ഫാറ്റ് ഒട്ടും കാണാൻ പറ്റത്തില്ല. ലാമ്പും ബീഫും ഒക്കെ പോലെ ഫാറ്റ് അധികം കാണാനേ പറ്റത്തില്ല. ഉള്ള ഫാറ്റ് തന്നെ 2% അതിൽ കുറവൊക്കെ ഉള്ളൂ. അത് തന്നെ പോളി അൺസാച്ചുറേറ്റഡ് ആണ്. നമുക്കറിയാം ലാമ്പിലും ബീഫിലും ഒക്കെ സാച്ചുറേറ്റഡ് ഫാറ്റ് ആണ്. അതാണ് ബാഡ് കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നത്. അതുപോലെ യൂറോപ്യൻ കൺട്രീസിലേക്കൊക്കെ ഇത് കയറ്റി അയക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ ലെതർ പലതരത്തിലുള്ള ഷൂസ് ഉണ്ടാക്കാനും ഗ്ലൗസ് ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം കാംഗറൂ മീറ്റ് വാങ്ങിച്ച് നമുക്ക് നമ്മുടെ നദീതീരത്ത് പോയി കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ വ്ലോഗ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വ്ലോഗുകൾ കാണുന്ന ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ട്. അവരോട് പറയാനുള്ളത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ പ്രോത്സാഹിപ്പിക്കുക. അപ്പം ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്മുടെ റോസ്റ്റിന് വേണ്ടി നമുക്കൊരു 1/2 കിലോ മതിയായിരിക്കും. അപ്പോൾ നമ്മുടെ ഷൂട്ട് ചെയ്യാനുള്ള സ്പോട്ടിലേക്ക് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഇതുപോലെ 1-2 ബെഞ്ചൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് കൊണ്ട് വെച്ച് നമ്മുടെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ അരിയാനുള്ള സംഭവങ്ങളെല്ലാം ഒന്ന് ചെയ്യാം. ഇതാണ് കാംഗറൂ മീറ്റ്. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യാം. നമ്മൾ ബീഫിനെ റോസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ. ആദ്യം നമ്മുടെ മീറ്റ് നമുക്ക് മസാല ചേർത്ത് വറുക്കണം. ഇത്രയും സാധനങ്ങളാണ് ഞാൻ വഴറ്റാനായിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് അരിയുന്നതിന് മുമ്പ് ഇതിനകത്തൊന്ന് മസാല പുരട്ടി കുറച്ച് നേരം വയ്ക്കാം. അപ്പോൾ ഇവിടെ മുളക് പൊടിയുണ്ട്, ഉപ്പ്, ജീരകം, അതുപോലെ കുരുമുളക് പൊടി, കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്, മീറ്റ് മസാല, മഞ്ഞൾപ്പൊടി, പിന്നെ മണത്തിന് കുറച്ച് ഏലക്കയുണ്ട്. പിന്നെ നമുക്ക് എണ്ണ വേണം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് മസാല പുരട്ടാനായിട്ട് ഒരു ചെറിയ സ്പൂൺ മുളക് പൊടി, കുറച്ച് ഉപ്പ്, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ചൊരു ജീരകം, കുറച്ചൊരു ഫ്ലേവറിന്, അത് ഓപ്ഷണലാണ്.
പിന്നെ കുറച്ച് കുരുമുളക് പൊടി. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മസാല പിടിപ്പിച്ച് കുറച്ച് നേരം വയ്ക്കണം. നമ്മളിത് 3-4 രീതിയിൽ വെച്ച് നോക്കിയിട്ടുണ്ട്. കറി വെച്ചൊക്കെ നോക്കിയപ്പോൾ അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇങ്ങനെ ചെയ്തപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതായപ്പോൾ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഇത് നമുക്ക് അരമണിക്കൂറൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോഴത്തേക്ക് എനിക്ക് റോസ്റ്റിന് വേണ്ട സാധനങ്ങളെല്ലാം അരിയാനുള്ള സമയമുണ്ട്. നമ്മുടെ റോസ്റ്റിന് വേണ്ട ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും തക്കാളിയും എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് നേരം കൂടി ഒന്ന് മസാല പിടിക്കാനുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ഈ സ്ഥലമൊക്കെ ഒന്ന് കാണാം. നമ്മളൊരു പോർട്ടബിൾ ഗ്യാസ് സ്റ്റവ് കൊണ്ടുവന്നിട്ടുണ്ട് കുക്ക് ചെയ്യാനായിട്ട്. നമ്മൾ ദൂരയാത്രയൊക്കെ പോകുമ്പോൾ ചായ ഇട്ട് കുടിക്കാനും ചെറിയ രീതിയിൽ എന്തെങ്കിലും കുക്ക് ചെയ്യാനൊക്കെ ഉപയോഗിക്കും. അതുപോലെ ക്യാമ്പിങ്ങിനൊക്കെ പോകുന്നവർക്ക് വളരെ ഉപകാരപ്രദമാണ് ഈ സ്റ്റവ്. ബ്യൂട്ടേൻ്റെ ഗ്യാസ് കാട്രിഡ്ജാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി ഒരെണ്ണം ഉണ്ടായിരുന്നു, അതിനകത്ത് അത്യാവശ്യം ഗ്യാസ് ഉണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഓണാക്കി നമ്മുടെ കാങ്കറു വറുത്ത് തുടങ്ങാം. കാലാവസ്ഥ നമുക്ക് ഒട്ടും അനുകൂലമാവുമെന്ന് തോന്നുന്നില്ല, നല്ല കാറ്റ് വരുന്നുണ്ട്. അതായത് നമുക്കിത് പെട്ടെന്ന് വറുത്തെടുക്കാം. ഇത് ഏതെണ്ണയ്ക്കകത്ത് വറുത്താലും മതി. ഞങ്ങൾ റൈസ് ബ്രാൻ ഓയിലാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ഗ്യാസ് സ്റ്റവ് പോലെ തന്നെ നല്ല പവറുണ്ട് ഇതിന്. കാറ്റുണ്ടെങ്കിൽ മാത്രമേ ചെറിയൊരു പ്രശ്നമുള്ളൂ. ഞാനിപ്പോൾ എണ്ണ തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് കുറേശ്ശെ ഇട്ട് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സെറ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതുപോലൊരു കളറാകുമ്പോൾ നമുക്ക് എടുക്കാം. ഇനിയും നമ്മൾ റോസ്റ്റ് ചെയ്യേണ്ടതുകൊണ്ട് ഒരുപാട് വറുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ മീറ്റ് മുഴുവൻ വറുത്തിവിടെ വെച്ചിട്ടുണ്ട്. ഇനി നല്ല അടി കട്ടിയുള്ളൊരു പാത്രത്തിൽ നമുക്കിത് റോസ്റ്റ് ചെയ്യാം. ആവശ്യത്തിന് എണ്ണ ഒഴിച്ച്. അപ്പോൾ നമ്മുടെ കുക്കിംഗ് ഒക്കെ കൂടുതൽ ഈ ഹൈ ഫ്ലെയിമിൽ, പ്രത്യേകിച്ച് റോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യേണ്ടത് കാരണം നമ്മൾ കൂടുതൽ ഈ ഫ്രൈ പാൻ ഉപയോഗിക്കത്തില്ല. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഇരുമ്പ് പാത്രങ്ങളും അതുപോലെ ഈ പാത്രം ഇവിടുന്ന് വാങ്ങിച്ചതാണ് സ്റ്റീലിൻ്റെ. ഇതുപോലുള്ള പാത്രത്തിലാണ് കൂടുതലും കറി വയ്ക്കുന്നതും വറുക്കുന്നതും അങ്ങനത്തെ പരിപാടിയെല്ലാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി അപ്പോൾ നമ്മുടെ ഇഞ്ചിനും
വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സവാളയും പച്ചമുളകും ഇടാം. നമ്മുടെ മീറ്റ് നമ്മൾ 1/2 കിലോ എടുത്തേക്കുന്നത്. നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്നവരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. മഴ ചതിച്ചാശാനെ 3 മണിക്ക് മുമ്പ് തീരുമെന്നായി സംഭവം വിചാരിച്ചത്. പക്ഷെ ഞങ്ങൾ വളരെ ആസ്വദിച്ച് ഇവിടെയൊക്കെ കറങ്ങിയൊക്കെ വന്നപ്പോഴത്തേക്ക് സമയം ഒരുപാടായി. അപ്പോൾ പിള്ളേരെ സ്കൂളിൽ നിന്ന് വിളിക്കേണ്ട സമയമായിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പിള്ളേരെ വിളിക്കാൻ പോയി. ആ സമയത്ത് ഞാൻ ഈ ഉള്ളി വഴറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് മഴ പെയ്തു. എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയായി പോയി. കാരണം കാറ് പുള്ളി എടുത്തുകൊണ്ട് പോയി. പിന്നെ എൻ്റെ കൈ കിട്ടിയതെല്ലാം വാരി ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി മഴ തീർന്നിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം. പാചകം പുനരാരംഭിച്ചിരിക്കുകയാണ്. നമ്മുടെ ലൈറ്റർ മഴ നനഞ്ഞ് ചത്തുപോയി. പിന്നെ ഇപ്പോൾ ഇവിടെ ഫിഷിങ്ങിന് വന്ന ഒരാളുടെ ഇവിടുത്തെ ലൈറ്റർ വെച്ച് അടുപ്പ് കത്തിച്ച് ഈ ടേബിളും ഈ ഒരു സ്റ്റൂളും ഞങ്ങൾ ഇവിടെ വരുമ്പം ഇവിടുത്തെ ബെഞ്ച് ആരെങ്കിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുവാണെങ്കിലോ എന്ന് കരുതി കയ്യിലെടുത്തുകൊണ്ട് വന്നത്. അതിപ്പോൾ ഉപകാരമായി. ഇത്ര സാഹസികമായിട്ട് എൻ്റെ ലൈഫിൽ ഞാനിതുവരെ കുക്ക് ചെയ്തിട്ടില്ല. നമ്മൾ സവാള ഇഞ്ചിയൊക്കെ നല്ല വഴണ്ട് നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്ക് പൊടികളിടാം. ഇതിപ്പോൾ ചെറിയ സ്പൂണാണ് ഉപയോഗിച്ചേക്കുന്നത്. അതുകൊണ്ട് 2 സ്പൂൺ മുളക് പൊടി. നേരത്തെ നമ്മൾ മാറിനേറ്റ് ചെയ്യാൻ വേണ്ടി 1 സ്പൂൺ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇളക്കി കൊടുക്കാം. 1 നുള്ളു ജീരകപ്പൊടി, കുറച്ച് മീറ്റ് മസാല, കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. വലിയൊരു തവി എടുത്തു വെച്ചതായിരുന്നു, പക്ഷേ ഇറങ്ങാനത്ത് എടുക്കാൻ വിട്ടുപോയി. അതുകൊണ്ട് ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഒരു കാര്യം ഞാൻ മറന്നുപോയി, ഇളക്കിയിടാൻ. പക്ഷെ കുഴപ്പമൊന്നുമില്ല, നമുക്ക് 2 നല്ല ഇളക്കിയിടാം. ഇത് ഇട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല, ചുമ്മാ ഒരു മണം വരാൻ വേണ്ടി നമ്മുടെ സമാധാനത്തിന്. തക്കാളി ചേർത്തിട്ടുണ്ട്, നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നല്ല മണം വരുന്നുണ്ട്. ഈ കറിവേപ്പില ഞങ്ങൾ എൻ്റെ കൂടെ ജോലി ചെയ്തിട്ട് പുള്ളിക്കാരുടെ വീട്ടിൽ നിന്ന് വരാനേരത്ത് ഓടിച്ചുകൊണ്ട് വന്നതാണ്. നല്ല മണമുള്ള കറിവേപ്പിലയാണ്. ഇപ്പം നല്ലതായിട്ട് വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇറച്ചി ചേർക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഫിഷിങ്ങിന് വരുന്ന എല്ലാവരും നമ്മൾ കൊതിപ്പിക്കുന്നുണ്ട്. എല്ലാവരും കൈ കാണിച്ച് ചോദിക്കുന്നുണ്ട് എന്താ ഉണ്ടാക്കുന്നതെന്ന്. പ്രത്യേകിച്ച് ഈ മണം കൂടെ വരുമ്പോൾ. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഒരു ലേശം വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് അടച്ചു വെച്ച് ഒന്ന് വേവിക്കാം. തുറന്ന് വെച്ചൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കും. ഇപ്പോൾ നമ്മുടെ ഗ്രേവി ഇതുപോലൊരു പരുവത്തിലായിട്ടുണ്ട്. തീ നന്നായിട്ട് കുറച്ച് വെച്ചിരിക്കുകയാണ്. മസാല ഇട്ട സമയം തൊട്ട് തന്നെ തീ അത്യാവശ്യം കുറച്ച് വെച്ചാണ് ചെയ്തത്. ഇനിയിപ്പോൾ നമുക്കിത് കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. സംഭവം നല്ല കളറായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തി ചേർക്കാം. അപ്പോൾ നമ്മുടെ റോസ്റ്റ് ഏകദേശം ശരിയായിട്ടുണ്ട്. ഇനി 2 കാര്യങ്ങൾ കൂടി ചെയ്താൽ നമുക്കിത് അടുപ്പത്തിൽ നിന്ന് ഇറക്കാം. കുറച്ച് ക്രഷ്ഡ് പെപ്പർ, നല്ലൊരു ഫ്ലേവർ കിട്ടും. ഏറ്റവും അവസാനം ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഡൺ. അപ്പോൾ നമ്മുടെ റോസ്റ്റ് റെഡി ആയി. ഇനി അടുപ്പത്തിൽ നിന്ന് ഇറക്കാൻ പോവാം. നമ്മൾ റോസ്റ്റിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു റാപ്പ് മേടിച്ചിട്ടുണ്ട്. ഇത് ഹോൾ മീൽ ആൻഡ് ഗ്രെയിനിൻ്റെ ആണ്. അപ്പോൾ ഇതൊന്ന് ചൂടാക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന സാധനം ഇത്.
ഏകദേശം കുറഞ്ഞിട്ടുണ്ട്. നമുക്കിവിടെ കഴിക്കാനുള്ള സാലഡ് ഇതേ റെഡിയാണ്. അപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാനുള്ള ശ്രമമാണ് അടുത്തത്. Okay, has to be the best thing I've ever tasted in my whole entire life. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയല്ല, സംഭവം നല്ല സൂപ്പറായിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഇതുപോലൊരു ആംബിയൻസിൽ അടിപൊളി സെറ്റപ്പാണ്. ഇനി എൻ്റെ ഹസ്ബൻഡിനെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വിളിക്കുക ഞാൻ, എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. എങ്ങനെയുണ്ട്? ടേസ്റ്റാണ്. കാരണം ഈ തേങ്ങാക്കൊത്തിൻ്റെയും കുരുമുളകിൻ്റെയും കറിവേപ്പില എല്ലാം കൂടെ ഒരു ഫ്ലേവർ നമ്മുടെ വായ ഇങ്ങനെ നിറയുന്നു. കറക്റ്റ് നമ്മൾ കഴിക്കാൻ തുടങ്ങിയപ്പം മണം അടിച്ചിരുന്നോണം ഒരു കാങ്കർ ഇവിടെ വന്ന് ഇപ്പോൾ ഉണ്ട്. ഇത്ര നേരം ഇവിടെ ഇല്ലായിരുന്നു. ഇത് എവിടെ നിന്ന് ചാടി വന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ ഇന്നത്തെ ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് കുറച്ച് ക്ലാരിറ്റി കുറവാണെന്ന് തോന്നുന്നു. എന്നാലും എല്ലാവരും ആസ്വദിച്ചാണെന്ന് വിചാരിക്കുന്നു. വീണ്ടും വ്യത്യസ്തമായ ഒരു വ്ളോഗുമായി കാണാം. ബൈ.